ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ചെമ്മീൻ കറി ആട്ടോ. ചക്കക്കുരു മുരിങ്ങക്കോലൊക്കെ ഇട്ട അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യമായി നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. കാരണം ചക്കക്കുരു കുറച്ച് വേവുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളാദ്യം ചക്കക്കുരു നല്ല രീതിയിൽ നന്നാക്കി കഴുകി വാരിയതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു പകുതി വേവാവണ വരേക്കും അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ കയ്യിലുള്ള മുരിങ്ങക്കോല് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കുറച്ചധികം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കോലിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ചെമ്മീൻ കറിയിലേക്ക് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഴുത്ത തക്കാളിയും കൂടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കക്കുരു വേവിച്ച വെള്ളം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പുക ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചച്ചെമ്മീനാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പച്ചച്ചെമ്മീൻ ഇല്ലെങ്കിൽ ഉണക്കച്ചെമ്മീനായാലും ഈ കറിയിലേക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോനോളം പച്ചച്ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ചക്കക്കുരയിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെമ്മീനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പാകത്തിന് നോക്കിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിനെ മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ചെമ്മീനൊക്കെ വെന്ത് കിട്ടും. ഓവർ കുക്കഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ ആകെ റബ്ബർ പോലെയും. ആ ഫീലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കൊരു പകുതി സവോളയും അതുപോലെ തന്നെ ഞാനിവിടെ പുളിക്ക് ആവശ്യമായിട്ട് പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമാങ്ങയിലേക്ക് നിങ്ങൾക്ക് ഒരു കഷ്ണം കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയോ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുടപ്പുളി ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അതിന് പകരമാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി 1 സ്പൂണോളം, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണോളം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് ഇതിനൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ തന്നെ നമ്മുടെ മാങ്ങയും ചക്കക്കുരും മുരിങ്ങക്കോലും അതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ ഇത് ഇത്തിരി കൂടി വെള്ളം വറ്റണ വരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇതിനെ ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ ചട്ടിയോട് കൂടി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താലും മതി കേട്ടോ. നമ്മൾ മുരിങ്ങക്കോലൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കിതിനെ ഇളക്കിയെടുക്കാൻ. അതിനുശേഷം ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് തന്നെ വെച്ച് കഴിയുമ്പോഴേക്കും കറി നന്നായിട്ട് കുറുകി കഷ്ണങ്ങളൊക്കെ തെളിഞ്ഞ് വരും. ഇനി നമുക്കിതിനെ വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ വറുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല നാടൻ ഫീല് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇടാം. പിന്നെ കളറിന് ആവശ്യമായിട്ട് ഒരു 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ഇതിനൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ചട്ടിയുടെ ചൂടൊക്കെ കൊണ്ടിട്ട് നല്ല അടിപൊളി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തു.